2 ദിവസമായിട്ട് റൂമിൻ്റെ അകത്ത് വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി ഒന്ന് പുറത്ത് പോകണമെന്ന്. അങ്ങനെ എൻ്റെ ഡ്രൈവറെയും കൂട്ടി നേരെ പോയത് ഞങ്ങൾ അറാദിലേക്കാണ്. ഇത് ചെന്ന സ്ഥലം പറയുന്നതിന് മുമ്പ് എന്നെ തൊള്ളേന്ന് ഇങ്ങനെ വെള്ളം വരിക. എന്താ കണ്ടോ, അറാദിലെ ഫെൻറ്റാസ്റ്റിക് ഒരു റെസ്റ്റോറൻറ്റിലെ അറബിക് റെസ്റ്റോറൻറ്റിലേക്കാണ് എൻ്റെ ഡ്രൈവറെയും കൂട്ടി പോയത്. മുമ്പ് ഇരിക്കുന്ന ഇരുത്തം കണ്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ഉള്ള മെനു എല്ലാം വന്നു. അന്ന് എടുത്ത് നോക്കി എന്തൊക്കെയാണ് വാങ്ങേണ്ടത്. ഞാൻ തന്നെ ഓർഡർ ചെയ്തു, ഡ്രൈവർ അപ്പുറം ഇരിക്കുക. അങ്ങനെ ഞാൻ നല്ല 2 മന്തി വാങ്ങാന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു മന്തി വേണ്ട, ഹൈദരാബാദി ബിരിയാണി ആക്കാം. അതിനങ്ങ് ഓർഡർ ചെയ്തു. പിന്നെ ഞാൻ ആ ഹോട്ടലിൽ റെസ്റ്റോറൻറ്റൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് മൊത്തം ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് ഒന്നുള്ളിലാക്കാൻ നോക്കിയപ്പോൾ എന്താ കാഴ്ച, ഒരു രക്ഷയില്ല. ഒരു ഫാമിലിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ടും കൂടുതൽ അവിടുത്തെ ആ ഹോട്ടലിലെ കാഴ്ചകൾ കണ്ടിട്ട് നമുക്ക് മദ്യം മറന്നു പോകും. പരിപാടിയൊക്കെ നടത്താൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. അറാദിലാണ്, എയർപോർട്ടിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ഞങ്ങൾ മെനു ഒക്കെ ഒന്നുകൂടി എടുത്തു നോക്കി. ഹൈദരാബാദി ബിരിയാണിക്ക് ഓർഡർ ചെയ്തത്. ഡ്രൈവർ എന്ത് ചെയ്ത് മൊബൈലൊക്കെ എടുത്ത് ഇങ്ങനെ കളിച്ച് കുറച്ച് കഴിഞ്ഞ് ഭക്ഷണം വരുന്നോ നോക്കി നിൽക്കുമ്പോഴേക്ക് അത് വരുന്ന ഞങ്ങൾക്കുള്ള ഭക്ഷണം ചൂടോടെ ഇങ്ങനെ പറക്കുന്ന ചൂട് ഞങ്ങളെ മുമ്പിലേക്ക് ഇങ്ങോട്ട് എത്തി. ഒരു രക്ഷയില്ല. ഞാനാണ് വീഡിയോ എടുക്ക തിരക്കില്. കൂട്ടുകാരന് അത് കണ്ടിട്ട് അമ്മാതിരി ടേസ്റ്റാണ്. 3 ആക്ക് തിന്നാണ്ടല്ലേ, ഒരു രക്ഷയില്ല. അതിന്റെ ആ ഒരു കൊണ്ടാക്കുന്നുണ്ട്, അതിന്റെ ഒരു മനം ഉണ്ടല്ലോ, അതിങ്ങോട്ട് അടിച്ചിട്ട് തന്നെ. 300 എന്താലേ. പിന്നെ പൊളിച്ചിനെ തിന്ന് നോക്കുമ്പോ അതിനറിയാം. പിന്നെ അടിപൊളി ചട്നി ഉണ്ട് അതിന്റെ കൂടെ കേട്ടോ, നല്ല സൂപ്പർ ചട്നി വെച്ചാൽ തക്കാളി പേസ്റ്റ്. അതുകൊണ്ട് ഒരു അഭിപ്രായം ഉണ്ടാവും. പറഞ്ഞത് സൂപ്പറാന്നാ പറഞ്ഞത്, അടിപൊളിയാന്ന് പറഞ്ഞു. പിന്നെ ഞാനും അവിടെ ഇരിക്കാൻ നോക്കി, ഒന്നും നോക്കിയില്ല. ക്യാമറ ഒക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടുത്ത പിടുത്തം പിടിക്കാൻ നോക്കി. ടേസ്റ്റ് ഒന്നും അറിയണമല്ലോ. അല്ല, മട്ടൻ്റെ ഗ്രേവി അതിൻ്റെ മുകളിൽ ഒഴിച്ചത് ഹൈദരാബാദി ബിരിയാണിൻ്റെ മുകളിൽ. 2 ആൾക്കുള്ളത് ഒരു മീഡിയം പ്ലേറ്റാണ് വാങ്ങി. 4 ആൾക്ക് കഴിക്കുക സുഖസുന്ദരമായിട്ട്. ഏതായാലും മുഴുവൻ കലാശക്കൊട്ട് കഴിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഇത് ലൊക്കേഷൻ എവിടെയാണെന്നറിയാം, ഞാൻ പറഞ്ഞുതരാം. ആദ്യം തിന്നാട്ടെ. ജമ്മു, ഒരു രക്ഷയില്ല, പിടുത്തം വിട്ട ടേസ്റ്റാ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് അറാദിലാണ്. അറാദ്, പഴയ അറാദിൻ്റെ റോഡിലേക്ക് പോന്നു കഴിഞ്ഞാൽ ദാറുൽ ഫൈസൽ റെസ്റ്റോറൻറ്റ്, അറബിക് റെസ്റ്റോറൻ്റ് ആണ്. തൊട്ട് മുമ്പ് തന്നെ അൽനൈം ഗ്രില്ല് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ദാറുൽ